ലെബനനിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഒരു സംഭവവികാസത്തിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള തൂഫാനുൽ അക്സയ്ക്ക് ശേഷം നടന്ന വമ്പൻ പോരാട്ടവും തുടർന്ന് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങളും അതിനിടയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലേറെയായി ഹിസ്ബുള്ളയെ നയിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഹസൻ നസ്രുള്ളയുടെ മരണവും അദ്ദേഹത്തെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതുമൊക്കെ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നടത്തിയ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ചാരശൃംഖലയെ അവർ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരമാണ് കഴിഞ്ഞ ദിവസം അൽ മൊയ്ദീൻ പത്രത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അവിടെ ആ റിപ്പോർട്ടുകൾ പ്രകാരം മൊസാദിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ മുഹമ്മദ് പി എന്നുള്ള ഒരു പൗരനെയാണ് ഇവർ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്, ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹസൻ നസ്രുള്ള ഈ ഒരു ഹമാസും ഇസ്രായേലും തമ്മിൽ, അല്ലെങ്കിൽ ഗസയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങളിൽ എങ്ങനെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ പ്രഖ്യാപിത നിലപാടായിരുന്നു സയണിസ്റ്റുകളുമായിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാ പ്രാവശ്യവും ആരാണോ സയണിസ്റ്റുകൾക്കെതിരെ പോരാടുന്നത് അവരെ പിന്തുണക്കുക എന്നുള്ളത്, അഥവാ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങളിൽ ഉൾപ്പെടുന്ന കക്ഷികളെ പിന്തുണക്കുക എന്നുള്ളത്. ഗസയുടെയും ഫലസ്തീൻ്റെയും ലെബനൻ്റെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടെയുള്ള ഇസ്രായേൽ അധിനിവേശങ്ങൾക്കെതിരെയുള്ള പോരാട്ടം തുടരുക എന്നുള്ളത് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഹസൻ നസ്രുള്ള എന്ന കഴിഞ്ഞ നൂറ്റാണ്ടിലേറെയായി ഹിസ്ബുള്ളയെ നയിച്ചു കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട നേതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയതായിരുന്നു. അദ്ദേഹം ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ഗസയിലുള്ള ജനങ്ങളെ പിന്തുണക്കുകയും ഗസയിൽ സമാധാനമില്ലാതെ ഇസ്രായേലിൽ ഒരിക്കലും സമാധാനമുണ്ടാവുകയില്ല എന്നും തങ്ങൾ ഗസൻ ജനതയോടൊപ്പം ഈ പോരാട്ടത്തിൽ അണിനിരക്കുന്നുവെന്നും ഏത് നിമിഷമാണോ ഗസയിൽ വെടിനിർത്തലുണ്ടാവുന്നത് അന്ന് മാത്രമേ ഹിസ്ബുള്ളയും ഇസ്രായേലുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള അനുരഞ്ജനങ്ങൾ സാധ്യമാകൂ എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപിത നിലപാടായിരുന്നു. അദ്ദേഹം തൻ്റെ വസിയത്തായി പോലും രേഖപ്പെടുത്തിയത് ഗസയിൽ സമാധാനം ഉണ്ടാക്കിയിട്ട് മതി മറ്റു സമാധാനങ്ങൾക്കുള്ള ശ്രമങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്യൽ എന്നുള്ളതായിരുന്നു. ഇസ്രായേലുമായിട്ടുള്ള വെടിനിർത്തൽ ഉണ്ടാവണമെങ്കിൽ ഗസയിൽ സമാധാനം ഉണ്ടാവണമെന്നായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിലേറെയായി ഇസ്രായേൽ വമ്പൻ ഡോളറുകൾ തലയ്ക്ക് വിലയിട്ട വ്യക്തിത്വമാണ് ഹസൻ നസ്രുള്ള എന്നുള്ളത്. ഇസ്രായേലിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് എല്ലാ സമയത്തും ലെബനനിലെ ഹിസ്ബുള്ളയെ സജീവമായി ഏകോപിപ്പിക്കുകയും 2006 ചരിത്ര പ്രസിദ്ധമായ ഇസ്രായേൽ അധിനിവേശത്തിൻ്റെ സമയത്ത് ഇസ്രായേലിനെ ചെറുത്തു തോൽപ്പിക്കുകയും ആ ലെബനനിൽ നേരത്തെ ഇസ്രായേൽ കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും അവരെ പിന്തിരിഞ്ഞോടിച്ചതുമൊക്കെ ഹസൻ നസ്രുള്ളയുടെ നേതൃത്വ മികവായിരുന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട സംസാരമായിരുന്നുള്ളത്. അതിനുശേഷമാണ് കഴിഞ്ഞ ഈ യുദ്ധത്തിനിടയിൽ ഹസൻ നസ്രുള്ളയെ വകവരുത്താൻ ഇസ്രായേലിന് സാധിച്ചത്. ഈ ഓപ്പറേഷൻ നടത്താൻ അതിബൃഹത്തായ പദ്ധതികളാണ് ഇസ്രായേൽ ഏകോപിച്ചത്. അഥവാ ഈ ഒരു ചാരപ്രവർത്തനം നടത്തിയ ഈ വ്യക്തിയിലേക്ക് വമ്പൻ ഓഫറുകളാണ് അവർ നൽകിയത്. കേവലം ഒരു ബൾഗേറിയയിൽ നിന്നും ഒരു ഇസ്രായേലിൻ്റെ മൊസാദ് ഏജൻറ്റുമായാണ് ഇദ്ദേഹം ബന്ധം പുലർത്തിയിരുന്നത്. അദ്ദേഹം ലെബനനിലെത്തി ലെബനനിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ഒരൊറ്റൊരു ഏജൻറ്റ് ത്രൂ ആണ്. പ്രധാനപ്പെട്ട വിവരങ്ങൾ ഏതെങ്കിലും ഇലക്ട്രോണിക്സ് ഡിവൈസിലോ മറ്റുള്ള കാര്യങ്ങളിലോ നൽകാതെ പേനയും പേപ്പറും ഉപയോഗിച്ചാണ് അദ്ദേഹം അവർക്ക് നൽകിയത്. അഥവാ ഹസൻ നസ്രുള്ള നിൽക്കുന്ന സ്ഥലങ്ങൾ, അദ്ദേഹത്തിൻ്റെ മറ്റു പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ, അദ്ദേഹം എവിടെയാണോ ലെബനനിലെ തെക്കൻ ലെബനനിലെ പ്രാന്തപ്രദേശങ്ങളിൽ എവിടെയാണോ അദ്ദേഹത്തിൻ്റെ താവളം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അത്തരം സ്ഥലങ്ങളൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് നൽകിയത് ഈ മുഹമ്മദ് പി എന്നുള്ള ഇസ്രായേലി സയണിസ്റ്റ് ഏജൻ്റാണ്. ഈ ഒറ്റുകാരനാണ്. ഈ ഒറ്റുകാരൻ്റെ പ്രവർത്തനമാണ് അവർക്ക് ഹസൻ നസ്രുള്ളയെ വധിക്കാൻ കഴിഞ്ഞത് എന്നതാണ്. ടൺ കണക്കിന് ബോംബാണ്, ബങ്കർ ബസ്റ്റ് ബോംബുകളാണ് ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ അവിടെ വിനിയോഗിച്ചത്. അവരുടെ
അത്യാധുനിക വിമാനങ്ങളിൽ നിന്നാണ് ഈ ബോംബ് വർഷങ്ങൾ നടത്തിയത്. അഥവാ ഭൂമിക്കടിയിൽ തുളച്ചു കയറുന്ന ഈ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലി വ്യോമാക്രമണങ്ങളെ മറികടക്കാൻ വേണ്ടി അവർ ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനടിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഈ തുരങ്കങ്ങളുടെ വ്യാപ്തി എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആഴവും വീതിയും നീളവും വ്യക്തമാക്കുന്ന രേഖകളാണ്, അല്ലെങ്കിൽ അത്തരം വിവരങ്ങളാണ് ഈ ചാരൻ ഇസ്രായേലിന് നൽകിയത്. ഇതുപയോഗപ്പെടുത്തിയാണ് ഇസ്രായേൽ ഇത്രയും വലിയ ഒരു ഓപ്പറേഷനിലൂടെ ടൺ കണക്കിന് ബോംബുകളാണ് അവിടെ ഹസൻ നസ്രുള്ള ഉണ്ട് എന്ന് മനസ്സിലാക്കിയ സ്ഥലത്തേക്ക് ഇസ്രായേൽ വർഷിച്ചിട്ടുള്ളത്. ഭൂമിക്കടിയിൽ ഇങ്ങനെ തുരന്നു കയറാവുന്ന, കിലോമീറ്ററുകളോളം ഭൂമിക്കടിയിലേക്ക് തുരന്നു കയറാവുന്ന ബോംബുകളാണ്, ബങ്കർ ബസ്റ്റ് ബോംബുകളാണ് അവർ ഈ ഒരു ആക്രമണത്തിന് ഉപയോഗിച്ചത്. അഥവാ എത്ര അടിയിലാണെങ്കിൽ പോലും 1% പോലും സാധ്യത പോലും ഹസൻ നസ്രുള്ളക്ക് ഉണ്ടാക്കരുതെന്നും ഹസൻ നസ്രുള്ള ജീവിച്ചിരിക്കാൻ പാടില്ലെന്നുമുള്ള അവരുടെ തീരുമാനത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് നടപ്പിലാക്കിയത്. ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം രക്ഷപ്പെടുകയോ അദ്ദേഹം രക്ഷപ്പെടുന്നത് പോലെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായാൽ വീണ്ടും ഹിസ്ബുള്ളയെ സജീവമാക്കാൻ ഹസൻ നസ്രുള്ളയ്ക്ക് സാധിക്കുമെന്നുള്ള കാര്യം ഇസ്രായേലിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭൂമിക്കടയിൽ തുളച്ചു കയറാവുന്ന ബങ്കർ ബസ്റ്റ് ബോംബുകൾ ഈ ഒരു ആക്രമണത്തിന് ഉപയോഗിച്ചത്. അങ്ങനെ ഈ ഒരു ആക്രമണം അവർക്ക് വിജയം കണ്ടെടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ പൗരന് അവർ വലിയ ഓഫറുകൾ കൊടുത്താണ്, സാമ്പത്തികവും അതുപോലെ തന്നെ സൈനികവുമായ സുരക്ഷയടക്കം ഓഫർ കൊടുത്താണ് അവർ ഇവരെ മുതലാക്കിയത്. ഈ ഏജന്റിനെ ഉപയോഗപ്പെടുത്തിയാണ് ഈ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ലെബനനെ സംബന്ധിച്ചിടത്തോളം, ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പ് അവിടെ ഇസ്രായേൽ നടത്തിയ മറ്റൊരു ഓപ്പറേഷനായിരുന്നു പേജറുകളിൽ സ്ഫോടനം നടത്തുക എന്നുള്ളത്. അതിനിടയിൽ ഈ ഹിസ്ബുള്ളയുടെ പല പ്രമുഖരായ നേതാക്കളെയും വധിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. അഥവാ അവർ ഈ ഓപ്പറേഷനുകൾ കാലങ്ങളായിട്ട് തുടരുന്ന അവരുടെ പദ്ധതികളായിരുന്നു. അവർക്ക് അത്തരം ഒറ്റുകാരെ ഹിസ്ബുള്ളയിൽ നിന്നും അല്ലെങ്കിൽ ഈ ലെബനനിൽ നിന്നും ലഭിച്ചിരുന്നു. അവരാണ് ഈ ഒരു ചാരപ്രവർത്തനം നടത്തിയത്. ഈ പ്രവർത്തനങ്ങളെ മൊസാദ് ഏജന്റുമാർ ഏകോപിക്കുകയും ഇസ്രായേലിന് വിവരങ്ങൾ കൈമാറുകയും അത് മുഖാന്തരമാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. എന്നാൽ ഇസ്രായേൽ പറഞ്ഞ പോലെ ഒരു കാര്യവും ഇദ്ദേഹത്തിന് ചെയ്തു കൊടുത്തില്ല. ഈ ലെബനീസ് പൗരന് അവർ ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വെറും $4000 മാത്രമാണ് പ്രതിഫലമായി നൽകിയത്. അദ്ദേഹം ഈ ഒരു ഓപ്പറേഷന് ശേഷം ബൾഗേറിയയിലേക്ക് രക്ഷപ്പെടുകയും ആ ബൾഗേറിയയിൽ വെച്ച് $4000 മാത്രം കൊടുത്തപ്പോൾ തിരിച്ചത് ഇസ്രായേലുകാർക്ക് തന്നെ അദ്ദേഹം തിരിച്ചു നൽകുകയും വീണ്ടും അദ്ദേഹത്തിൻ്റെ ഉദ്യമങ്ങൾക്കായി ലെബനനിലെത്തുകയും ചെയ്തു. അതിനിടയിലാണ് തെക്കൻ ലെബനനിലെ പ്രാന്തപ്രദേശത്ത് 30,000 ഉപയോഗിച്ചുകൊണ്ട് ഒരു മുറിയെടുക്കുകയും അവരുടെ ഒരു താവളം കേന്ദ്രീകരിച്ച് ഇയാൾ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന സമയത്താണ് അബദ്ധവശാൽ ഇവരുടെ പിടിയിലാവുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം കുറ്റസമ്മതം നടത്തുന്നത്. ആ കുറ്റസമ്മതത്തിൽ ഇസ്രായേൽ ഇദ്ദേഹത്തെ ചതിച്ച രീതിയടക്കം അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. തന്നെ ഒരുപാട് ഓഫറുകൾ നൽകി അവർ വിലക്കെടുക്കുകയും അവസാനം ഈ ഓപ്പറേഷനുകളൊക്കെ നടത്തി ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തിയതിനു ശേഷം അത് പാലിക്കാതിരിക്കുകയും തന്നെ ഉപയോഗിച്ചതിന് ശേഷം ഒഴിവാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അഥവാ $4000 മാത്രം പ്രതിഫലമാണ് തനിക്ക് നൽകിയത്. വമ്പൻ ഓഫറുകൾ നൽകി മറ്റുള്ള രാജ്യങ്ങളിൽ താവളങ്ങൾ നൽകാമെന്നും ഇവരുടെ സുരക്ഷയിൽ കഴിയാമെന്നുള്ള വാഗ്ദാനങ്ങളാണ് വെറും വാഗ്ദാനങ്ങളായി മാറിയത്. അഥവാ ഇസ്രായേൽ അവരുടെ ആവശ്യങ്ങൾക്ക്, മൊസാദ് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ഓരോ ആളുകളുടെയും അവസ്ഥ എന്താണെന്ന് കൂടി വ്യക്തമാക്കുന്നതായിരുന്നു ഇത്. എന്നാൽ പോലും ഹസൻ നസ്രുള്ളയുടെ കൊലപാതകത്തിൻ്റെ ഒരു കുറ്റബോധം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ലെബനനി ജനതയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലി അധിനിവേശത്തെ കാലങ്ങളായി അവിടെ ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമുണ്ടാക്കി ഹിസ്ബുള്ള പോലെയുള്ള പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെ ഉണ്ടാക്കി അതിനെ ഏകോപിപ്പിച്ച് ആ സംഘടനയെ 25 വർഷത്തോളം നയിച്ച വ്യക്തിയെയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചത്. അതിനുള്ള സഹായങ്ങൾ ലെബനനിലെ ആഭ്യന്തരമായ ഇടങ്ങളിൽ നിന്ന് തന്നെ, ലെബനീനി പൗരന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ ഇത്തരം ചാരന്മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്.
അതുകൊണ്ട് കൂടിയാണ് ഹസൻ നസ്രുള്ളയ്ക്ക് ശേഷം ഹിസ്ബുള്ളയ്ക്ക് അത്രയും കമാൻഡിങ് പവറുള്ള ഒരു നേതാവിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭാവിയിൽ ഉണ്ടാകി വരുമോ എന്ന കാര്യം അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും ഈ ഒരു ഓപ്പറേഷൻ്റെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോളറുകൾ തലയ്ക്ക് വിലയിട്ട, അവരെ കാലങ്ങളായി അവരുടെ ഉറക്കം കെടുത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഹസൻ നസ്രുള്ള എന്നുള്ളത്. ആ ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്താൻ ഇവർക്ക് ഇത്തരം ഒരു ഓപ്പറേഷനിലൂടെ സാധിച്ചത് ഈ ഒരു ചാരപ്രവർത്തനത്തിൻ്റെ ഫലം കൂടിയായിരുന്നു. ഈ ചാരപ്രവർത്തനത്തിന് അവർ ഓഫർ ചെയ്ത പ്രതിഫലം നൽകാതെ പോലും അയാളും വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മൊസാദ് ഈ ലോകമെമ്പാടും നടത്തുന്ന ഓപ്പറേഷനുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് അവസാനം എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഹസൻ നസ്രുള്ളയുടെ രക്തസാക്ഷിത്വത്തിന് കാരണമായ ഈ ഒരു വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള വെളിപ്പെടുത്തലുകൾ പ്രകാരം ലോകത്തിന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു.